സുമോദ് കൂടിയുണ്ട്. സുമോദ്, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നേരത്തെ സുമോദ് സൂചിപ്പിച്ചതാണ്, പ്രിയങ്ക ഗാന്ധി അത് ഘടകകക്ഷികളുടെ അടക്കം ഒരു തീരുമാനത്തെ മാനിച്ചുകൊണ്ട് വി.ഡി. സതീശനായി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഒരു കെ.സി. വേണുഗോപാലിലേക്ക് എന്നുള്ള ഒരു ചർച്ചകൾ കൂടുതലായി പോവുകയാണെങ്കിൽ ഈ ഘടകകക്ഷികളോട് അവരുടെ അഭിപ്രായം തീരെ മാനിക്കാതെ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളൊരു തോന്നലുകളെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണെങ്കിൽ അവരോട് ഇത് പ്രത്യേകമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ, അതോ അവരെ മുഖവിലേക്ക് എടുക്കാതെ അവരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കാതെ ഏകപക്ഷം ഒരു തീരുമാനം അത്തരമൊന്ന് ഹൈക്കമാൻഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വിൽസീന് ഹൈക്കമാൻഡ് ഒരു കാരണവശാലും ഒരു പൂർണ്ണതോതിലെ ചർച്ച ഘടകകക്ഷികളുമായിട്ട് നടത്തില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ള നേതൃത്വത്തിനുമായും അവർക്ക് ഇനി ചെയ്യാനുള്ള ഒരു അവശേഷിക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി ആര് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് ആര് എന്ന് തീരുമാനിച്ചതിന് ശേഷം മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തങ്ങളോട് ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനുസരിച്ച് അവർ അക്കാര്യം അറിയിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ ഘടകകക്ഷികളോട് വീണ്ടും ചർച്ച ചെയ്താൽ ഇത് വീണ്ടും നീണ്ടുപോകും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട്. ഇതിൽ കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ ഈ ഘടകകക്ഷികൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ കടുത്ത ശക്തമായ എതിർപ്പുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പാർട്ടി അവരുടെ നേതാവിനെ അവരുടേതായ രീതിയിലൂടെ കണ്ടെത്തിയാൽ പിന്നീട് അതിനെ എതിർക്കുന്നതിൽ ഘടകകക്ഷികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ കെ.സി. വേണുഗോപാലാണ് വരുന്നതെങ്കിൽ അതിനുശേഷം മുസ്ലിം ലീഗിന്റെ ഒരു ആദ്യ പ്രതികരണം എന്ത് എന്നുള്ളതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും.